ായിരിക്കുന്ന ശിവനെ, നടരാജ ശിവനെ ഒക്കെ പ്രതിഷ്ഠിച്ച് നമ്മൾ പൂജിക്കുന്നുണ്ട്, ഇല്ലാന്ന് പറയരുത്. എന്നാൽ 99.999% സ്ഥാനങ്ങളിലും നമ്മൾ ശിവലിംഗമാണ് പൂജിക്കുന്നത്. അത് സാധാരണ സാകാരമായ ഉപാസനയേക്കാൾ അല്പം സൂക്ഷ്മമായ ഒരു ഉപാസനയാണ്. കാരണം എന്താണ് ലിംഗം എന്ന് പറഞ്ഞാൽ? ലിംഗിയത്തെ ഇത് ലിംഗം സൂചിപ്പിക്കുന്നത് എന്തോ അതാണ് ലിംഗം. കൂടുതൽ കോളേജിൽ പഠിക്കുന്നവരുണ്ട്, സ്കൂളിൽ പഠിക്കുന്നവരുണ്ട്. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ യൂണിഫോം ഉണ്ടെന്ന് വെക്കുക. അപ്പൊ ഒരു സ്കൂളിൽ ഒരു യൂണിഫോം ഉണ്ട്. ആ യൂണിഫോം കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഇന്ന സ്കൂളിലെ കുട്ടിയാണ്. അതാണ് ഈ കുട്ടിയുടെ ലിംഗമാണ്. ഇപ്പൊ ലിംഗം എന്ന് പറഞ്ഞ ബാഹ്യ ലക്ഷണം എന്നർത്ഥം. ലിംഗം എന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം ലിംഗിയത്തെ സൂച്യത്തെ ഇത് ലിംഗ, സൂചിപ്പിക്കുന്നത്. അപ്പൊ ശിവത്തെ സൂചിപ്പിക്കുന്നത് എന്താ? സൂചിപ്പിക്കുന്നത് ഇതിന് ആദ്യന്തങ്ങളില്ല, ഇന്നതാണെന്ന് പറയാൻ കഴിയില്ല, നിരവയവമാണ്, ഒരവയവവും ഇല്ല. ഏതാണ് ആദ്യം ഏതാ അന്തെന്ന് പറയാൻ വയ്യ. നമ്മൾ ശിവലിംഗം കാണുന്നതേ പീഠത്തിൽ ഇറക്കി വെച്ച ഭാവത്തിലാണ്. പീഠത്തിന് പുറത്തെടുത്ത് നോക്കിയാൽ കാണാം അതിന് ആദ്യം അന്തൊന്നും പറയാൻ വയ്യ. ചതുരാണോ അല്ല, വൃത്താണോ അല്ല, ഗോളാണോ അല്ല, ഏതായത് തുടക്കം ഏതായത് അവസാനം, ആദ്യവസാനങ്ങളില്ല. ഇങ്ങനെ ആദ്യവസാന രഹിതമായ ഇന്നതെന്ന് പറയാനൊക്കാത്ത നിരതിശയമായതാണ് ശിവതത്വം എന്ന് നമ്മെ സൂചിപ്പിക്കുകയാണ് ശിവലിംഗം. ഈ സനാതന മതക്കാരുടെ ഒരു ഗതികേട് ആലോചിച്ച് നോക്കണേ. അതായത് ഈ പ്രാചീന ഗോത്ര കാലഘട്ടത്തിൽ നിലനിന്നിരുന്ന ഈ ലിംഗ ആരാധനയെ, യോനി പൂജയൊക്കെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് കിടന്ന് ഉരുളേണ്ട ഒരു അവസ്ഥയാണ് ഈ സനാതന മതക്കാർക്ക് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഇവിടെ സ്വാമിജി പറയുന്നത് ലിംഗ ആരാധന എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായ അർത്ഥത്തിലുള്ള ഒരു ആരാധനയാണ് എന്നുള്ളത്. എന്താണ് സൂക്ഷ്മമായ അർത്ഥം? ലിംഗം എന്ന് പറഞ്ഞാൽ അത് സൂചിപ്പിക്കുന്നതായ, ബാഹ്യമായ സൂചിപ്പിക്കുന്ന ഒന്നാണ് ലിംഗം എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ശിവത്വത്തെ സൂചിപ്പിക്കുന്ന സാധനമാണ് ശിവലിംഗം എന്ന് പറഞ്ഞത്. അത് സൂക്ഷ്മമായ അർത്ഥത്തിലുള്ള ഒരു എന്താ പറയുക, മഹത്തായ ഒരു ആരാധന രീതിയാണെന്നൊക്കെ പറഞ്ഞിട്ടാണ് സ്വാമി ഇവിടെ തള്ളുന്നത്. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ചോദിക്കട്ടെ, ഈ കൃഷ്ണനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് കൃഷ്ണലിംഗം എന്താ ഇല്ലാത്തത്? അല്ലെങ്കിൽ ബ്രഹ്മാവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് ബ്രഹ്മലിംഗോ, അല്ലെങ്കിൽ വിഷ്ണുവിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് വിഷ്ണുലിംഗോ, വേറെ ദൈവങ്ങൾക്കൊന്നും ഇതില്ലാത്ത എന്തുകൊണ്ടാണ്? ഇത് ശിവന് മാത്രം എങ്ങനെ ലിംഗം ഉണ്ടായത്? അപ്പോൾ ഈ പറഞ്ഞ അർത്ഥമൊന്നുമില്ല. പിന്നെ യൂണിഫോം ഇടുന്ന പോലെയാണ് ഈ ലിംഗം എന്ന് പറഞ്ഞാൽ. ഒരു സ്കൂളിൽ പഠിക്കുന്ന കുട്ടീൻ്റെ ലിംഗം എന്ന് പറഞ്ഞാൽ യൂണിഫോമാണെന്ന്. അങ്ങനെ വെച്ചാൽ അമ്മ വന്നുകൊണ്ട് മോളെ എൻ്റെ ലിംഗം വേഗം അഴിച്ചിട്ടോ, സ്കൂൾ വിട്ട് വന്ന ഉടനെ തന്നെ ലിംഗം അഴിച്ചിടണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടായിരിക്കും? അപ്പോൾ ഇതൊക്കെ ഈ പ്രാചീന ഗോത്ര സംസ്കാരത്തിൽ ഉണ്ടായിരുന്ന ഈ എന്താ പറയുക അപരിഷ്കൃതമായ ആരാധന രീതികൾ ഇന്നും തുടരുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഗതികേടാണ്. സത്യത്തിൽ ഈ ശിവലിംഗ പൂജ അല്ലെങ്കിൽ ലിംഗപൂജൻ്റെ തുടക്കം എങ്ങനെയെന്നുള്ള ശിവപുരാണത്തിലും ലിംഗപുരാണത്തിലൊക്കെ പറയുന്നുണ്ട്. ശിവപുരാണത്തിലെ വിശ്വേശ്വര സംഹിത എന്ന് പറഞ്ഞ ഭാഗത്തിലെ ഈ ദാരുകവനം എന്ന് പറഞ്ഞ ഒരു ഭാഗമുണ്ട്. ആ ദാരുകവനത്തിൽ നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് പറയുന്ന സ്ഥലത്ത് ശരിക്കും പറയുന്നുണ്ട്, ഈ ദാരുകവനത്തിൽ പൂജ ചെയ്യുന്ന മഹർഷിമാര് ഭയങ്കര അഹങ്കാരികളായി മാറുകയാണ്. അവർ ഒരുപാട് യജ്ഞങ്ങളും യാഗങ്ങളും ഒക്കെ ചെയ്ത് നേരിട്ട് വൈഫൈ വഴി പ്രപഞ്ച സൃഷ്ടാവിനോട് സംസാരിച്ച് അവർ ശക്തി നേടുന്നത് കണ്ടിട്ട് ശിവന് സഹിക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇവരെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് ശിവൻ ഫുൾ നേക്കറായിട്ട് തൻ്റെ ബ്യൂട്ടിഫുൾ ബോഡി, ആ പവർഫുൾ ബോഡി കാണിച്ച് അതിലൂടെ ഇങ്ങനെ നടക്കുമ്പോൾ ഈ മഹർഷിമാരുടെ ഭാര്യമാരൊക്കെ ഈ ശിവൻ്റെ ഈ ശാരീരിക സൗന്ദര്യത്തിൽ ആകൃഷ്ടരായിട്ട് തങ്ങളെ ബാക്കിയുള്ള മുനിമാരെ നോക്കാതെ, ഭർത്താക്കന്മാരായ ഈ മഹർഷിമാരെ നോക്കാതിരിക്കുകയും മഹർഷിമാരെ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് കണ്ട് മഹർഷിമാർക്ക് ദേഷ്യം പിടിച്ചിട്ട് മഹർഷിമാർ ശിവനായിട്ട് ഭയങ്കരമായ ഫൈറ്റ് നേടും. അങ്ങനെ ഫൈറ്റ് നേടിയിട്ട് ഏത് വഴിക്കും ശിവനെ തോൽപ്പിക്കാൻ കഴിയാതെ ആകുമ്പോൾ ലാസ്റ്റ് ഇവർ ശപിച്ചുകൊണ്ട് നിന്റെ ലിംഗം താഴെ വീഴട്ടെ എന്ന് പറയുകയാണ്. അങ്ങനെ ശപിച്ച് ശിവന്റെ ലിംഗം താഴെ ഇടുമ്പോൾ ഈ ലിംഗം ഈ പ്രപഞ്ചത്തിനെ മൊത്തം കത്തിക്കാൻ തുടങ്ങിയെന്നാണ് പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിനെ മൊത്തം കത്തിക്കാൻ തുടങ്ങുമ്പോൾ ഈ മഹർഷിമാർക്ക് ഇത് ശിവനാണെന്ന് മനസ്സിലാവുകയും ശിവനോട് മാപ്പ് ചോദിക്കുകയും ശിവൻ സംഭവം കോംപ്രമൈസിലാവുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ കോംപ്രമൈസിലായാലും ഈ ശിവലിംഗത്തിന് അടക്കം പിന്നെ ശിവനും കഴിയാത്തൊരവസ്ഥ വരുമ്പോൾ പാർവതി ദേവി യോനി രൂപത്തിൽ വന്നിട്ട് ശിവനെ ശിവനെ സ്ഥാപിച്ചിട്ട്, യോനി രൂപത്തിൽ വന്ന് സ്ഥാപിച്ചിട്ട് ഈ ശിവലിംഗത്തെ അമർച്ച ചെയ്തു എന്നുള്ളതാണ് കഥ. അപ്പോൾ അതാണ് ഈ സ്വാമിജി ഇതിൽ പറഞ്ഞ ഈ പീഠം എന്ന് പറഞ്ഞാൽ വെറും പീഠമൊന്നുമല്ല, അത് ശരിക്കും പാർവതി ദേവീൻ്റെ യോനി രൂപത്തിലുള്ള ഒരു പീഠമാണ് ഈ ശിവലിംഗം. അപ്പം ലിംഗവും യോനിയും തന്നെയാണ് ഇവിടെ ആരാധിക്കുന്നത്. ഇത് പ്രാചീന സംസ്കൃതിയിലെ പല സംസ്കാരങ്ങളിലും ഉണ്ടായിരുന്ന ലിംഗപൂജയും യോനി പൂജയുടെ ഒരു ബാക്കി പത്രമായിട്ട് വരുന്ന സാധനം തന്നെയാണ്. ഇതിനെ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ആധുനിക കഥയൊക്കെ പറയുകയാണ്, പിന്നെ ഈ യൂണിഫോമിൻ്റെ കഥയൊക്കെ പറഞ്ഞ് വരേണ്ട ആവശ്യമില്ല. അതാണ് തള്ളിക്കളയാണ്. മറ്റേതൊക്കെ തള്ളുണ്ടല്ലോ സ്വാമി. അപ്പോൾ ഈ കൂട്ടത്തിൽ ഈ സാധനമൊക്കെ തള്ളിക്കളയാ നല്ലത്. ഇതങ്ങനെ തള്ളിക്കളയാൻ പറ്റില്ല. മിക്ക ക്ഷേത്രങ്ങളിലും ഇപ്പോഴും ഈ ലിംഗാരാധന ഉണ്ട്. അതുകൊണ്ടാണ് ഈ പ്രശ്നം.